വർക്ക് അറ്റ് ഹോം ആയാലും വർക്ക് അറ്റ് സ്റ്റുഡിയോ ആയാലും സിസ്റ്റത്തിൽ നിന്നും കണ്ണെടുക്കാതെ ദിയയിരിക്കും. മുഖത്ത് പാട് വരികയോ കണ്ണിന് ക്ഷീണമോ തോന്നില്ല. ജെസൽ ഒപ്റ്റിക്കൽസിന്റെ അൺലിമിറ്റഡ് ഫ്രെയിമുകളിൽ നിന്നും മുഖത്തിന് അനുയോജ്യമായ കണ്ണടയാണ് ദിയ തിരഞ്ഞെടുത്തിരിക്കുന്നത്. തിരഞ്ഞെടുക്കാൻ യഥേഷ്ട മോഡലുകൾ, എല്ലാ പ്രമുഖ ബ്രാൻഡഡ് ലെൻസുകളുടെയും ഫ്രെയിമുകളുടെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻസ്, ഏറ്റവും കുറഞ്ഞ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജെസൽ ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോതമംഗലം ടൗൺ യൂണിറ്റ് വ്യാപാരി ദിനം ആചരിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോതമംഗലം ടൗൺ യൂണിറ്റ് വ്യാപാരി ദിനം ആചരിച്ചു. ടൗൺ യൂണിറ്റ് പ്രസിഡന്റ് NP നൌഷാദ് പതാക ഉയർത്തി. തുടർന്ന് വ്യാപാരി ദിന സന്ദേശം നൽകി. ലൈസൻസ് ഇല്ലാതെ താൽക്കാലിക സ്റ്റാളുകളിൽ അനധികൃതമായി നടത്തുന്ന വ്യാപാര മേളകൾ തടയുന്നതിന് ബന്ധപ്പെട്ട വകുപ്പുകൾ തയ്യാറാകണമെന്നും അല്ലാത്ത പക്ഷം ശക്തമായ പ്രക്ഷോഭം നടത്തുമെന്നും NP നൌഷാദ് പറഞ്ഞു. ഞങ്ങളുടെ ഉപജീവനമാണ്. അന്വേഷിച്ച് ചെല്ലുമ്പോൾ ബായിക്ക് ഉപജീവനമൊന്നുമില്ല. ഇതൊരു സ്ഥലത്ത് നിന്ന് വലിയൊരു ഹോട്ടലിൽ 4 വണ്ടി എടുത്ത് ഇങ്ങനെ പുറത്തു വിട്ടേക്കുക. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെയാണ് ഇപ്പോൾ നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ സർക്കാരിൻ്റെ ഭാഗത്തുള്ള കാര്യങ്ങൾ, ടാക്സ്, ലൈസൻസ്, മുതലായ പ്രശ്നങ്ങൾ. ഇപ്പോൾ കോതമംഗലത്തെ പുതിയൊരു സംരംഭം, ഈ ആദ്യം ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഈ അനോണിമസ് ആയിട്ടുള്ള ഈ കച്ചവടം, റെസ്റ്റോറൻറ്റുകൾ, അങ്ങനെ ഇപ്പോൾ നമ്മുടെ ഇതിലൂടെ നേരത്തെ ഒരു പരിപാടി ഇവിടെ വന്നു. നമ്മൾ അതിനെതിരായിട്ട് എല്ലാവരുടെയും ബന്ധപ്പെട്ട് ഇവിടുത്തെ പള്ളികൾ, പാരിശാലകൾ, മറ്റുള്ള സ്ഥലങ്ങളെല്ലാം നമ്മൾ കത്ത് കൊടുത്തു. ഈ അടുത്ത ദിവസം പുതിയൊരു സംരംഭമായിട്ട് ഒരു സംഘം ആളുകൾ രംഗത്ത് വരികയും അതിനെതിരായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി ശക്തമായിട്ട് നടപടി സ്വീകരിക്കും, പ്രതിഷേധം പറയുകയും ചെയ്തപ്പോൾ അവർ ആ പരിപാടിയിൽ നിന്ന് മാറ്റിവെച്ചു. ഇത് തുടങ്ങുന്നവരെല്ലാം നമ്മളിൽ നിന്ന് ഒന്ന് പരസ്പരം വിട്ടുപോയവരല്ല, എല്ലാവരും നമ്മളായിട്ട് ബന്ധമുള്ളവരാണ്. ഒന്നല്ലെങ്കിൽ ഒരു തരത്തിൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളാണ്. ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടാണ് വ്യാപാര മേഖല മുന്നോട്ട് പോകുന്നത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി വനിതാ വിംഗ് സംസ്ഥാന സെക്രട്ടറി ആശാ ലില്ലി തോമസിന്റെ നേതൃത്വത്തിലുള്ള വനിതാ വിംഗ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ അങ്കർ ഫ്രീ പ്രൊജക്ടിലേക്ക് അന്നദാനത്തിന് സമാഹരിച്ച തുക പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ പ്രതിനിധി ഏറ്റുവാങ്ങി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന കൗൺസിൽ അംഗം മൊയ്തീൻ ഇഞ്ചക്കുടി, യൂത്ത് വിംഗ് പ്രസിഡന്റ് റെജി ഇമ്മാനുവൽ, വനിതാ വിംഗ് പ്രസിഡന്റ് ആശാ ലില്ലി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. യൂണിറ്റ് സെക്രട്ടറി ഷിൻഡ്രോ എലിയാസ് സ്വാഗതവും ട്രഷറർ KK വിശ്വനാഥൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം.